السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. സഹോദരന്മാരെ, ഇന്നലെ സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്താണ് നമ്മൾ പാരായണം ചെയ്തത്. 46-ാമത്തെ ആയത്ത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. 45-ാമത്തെ ആയത്തിൽ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം, മസല്, അതിൽ നിന്നുള്ള ഗുണപാഠം പൂർണ്ണമാകുന്നത് 46-ാമത്തെ ഈ സൂക്തം കൂടി ചേരുമ്പോഴാണ്. ഐഹിക ജീവിതത്തിനുള്ള ഒരു ദൃഷ്ടാന്തമാണ്, ഒരു മസലാണ് 45-ാമത്തെ ആയത്തിൽ പരാമർശിച്ചത്. ആകാശത്തു നിന്ന് വെള്ളമിറങ്ങുകയും ആ വെള്ളം മുഖേന നാനാവിധ സസ്യലതാദികൾ ഇടതൂർന്ന് ഇടകലർന്ന് വളർന്നു വരികയും ആരുടെയും മനസ്സിനെയും കണ്ണിനെയും ഹഠാതാകർഷിക്കുന്ന വിധത്തിൽ ഒരു നല്ല വസന്തം പൂത്തുലഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ ഏതാനും ദിവസങ്ങൾ വെയിൽ കൊള്ളുന്നതോടുകൂടി അത് കരിഞ്ഞ് വൈക്കോലായി കാറ്റിന് പറത്തിക്കൊണ്ടു പോകാവുന്ന തരത്തിലുള്ള ധൂളികളായി ആക്കി തീർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല വർണ്ണാഭമായ ഒരു വസന്തം ഏതാനും ദിവസത്തെ വെയിൽ കൊണ്ട് എങ്ങനെയാണ് കരിഞ്ഞുണങ്ങി ധൂളികളായി
തുരുമ്പുകളായി മാറുന്നത്, അതേപോലെയാണ് ഐഹിക ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും. ഐഹിക ജീവിതത്തെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് ഈ അവസ്ഥയോടാണ്. അത് പറഞ്ഞതിന് ശേഷം പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതം എന്ന് മൊത്തത്തിൽ പറഞ്ഞു. പക്ഷേ ഐഹിക ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണെങ്കിലും അതിൽ പ്രത്യേക പരാമർശമർഹിക്കുന്ന കാര്യം അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളുമാണ്. സമ്പത്തും സന്താനങ്ങളുമാണ്. അത് രണ്ടും സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ പകിട്ടിൽ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരത്തിൽപ്പെട്ടവയാണ്. ഐഹിക ജീവിതം, അതിന്റെ അലങ്കാരം, അതിന്റെ പകിട്ട് എന്ന് പറയുന്നത് മുഖ്യമായും ഈ രണ്ട് കാര്യങ്ങളാണ്. അൽമാൽ വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും. സമ്പത്തുണ്ടെങ്കിൽ അത് ഒരു വല്ലാത്ത, ഐഹിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത സൗകര്യം തന്നെയാണ്. ജീവിതത്തെ അത് വല്ലാതെ അലങ്കരിക്കുന്നു. ജീവിതത്തിന് അത് വലിയ പകിട്ട് നൽകുന്നു, മോടി പിടിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് വൽ ബനൂൻ, സന്താനങ്ങളും. ആ സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ, ഇനി അത് രണ്ടുമല്ലാത്ത ഐഹിക ജീവിതത്തിലെ മറ്റു കാര്യങ്ങളാകട്ടെ, അത് നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അത് വളരെ ക്ഷണികമാണ്, അത് നൈമിഷികമാണ്, അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഒരു വസന്തം എത്ര പെട്ടെന്നാണ് ഉണങ്ങിക്കരിഞ്ഞ് തുരുമ്പായി, വൈക്കോലായി, കാറ്റിൽ പറന്നു പോകുന്ന ധൂളികളായി മാറുന്നത്, അതേപോലെയാണ് ഐഹിക ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും. അത് സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ മറ്റു വിഷയങ്ങളാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്നാൽ ഐഹിക ജീവിതത്തിൽ മനുഷ്യൻ ആർജിക്കുന്ന, സമ്പാദിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. സ്വാലിഹാത്ത് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. അതില് ബാഖിയാത്ത് അതൊരു വിശേഷണമാണ് സത്യത്തിൽ. ആ വിശേഷണത്തെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പദത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ബഖിയ യബ്ഖ എന്ന് പറഞ്ഞാൽ അവശേഷിച്ചു, ബാക്കിയായി, നിലനിന്നു, എന്നുമെന്നും നിലനിൽക്കുന്ന, അവശേഷിക്കുന്ന, ബാക്കിയാകുന്ന കാര്യങ്ങൾ, അതാണ് ബാഖിയാത്ത്. ആ അവശേഷിക്കുന്ന, നിലനിൽക്കുന്ന കാര്യങ്ങൾ, അത് അസ്വാലിഹാത്ത്, സ്വാലിഹത്താണ്. ഒരു കാര്യം സ്വാലിഹാകണമെങ്കിൽ, സ്വാലിഹത്താകണമെങ്കിൽ അതിന് രണ്ട് നിബന്ധനകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇഖ്ലാസോടുകൂടി ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം. ഇഖ്ലാസോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമായി സമർപ്പിച്ചിട്ടുള്ള കാര്യമായിരിക്കണം. ഏതൊരു കാര്യം അള്ളാഹുവിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ വജ്ഹിന് വേണ്ടി മാത്രമായി ചെയ്യുന്നുവോ ആ കാര്യം അത് സ്വാലിഹത്താണ്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രമായി ചെയ്യുക എന്നതിന് പുറമെ ആ ചെയ്യുന്ന കാര്യം അത് തജ്രീദുൽ മുതാബഅ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമായി പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്നതുമാകണം. നബി കാണിച്ചു തന്ന രൂപത്തിൽ മാത്രം ചെയ്യണം. അതിൽ ഒന്നും കൂട്ടരുത്, അതിലൊന്നും കുറക്കരുത്. അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അവിടുന്ന് കാണിച്ചു തന്ന കാര്യമാകണം. അവിടുന്ന് കാണിച്ചു തന്ന രൂപത്തിൽ കൂട്ടാതെ കുറക്കാതെ പൂർണ്ണമായി നബിയെ അനുധാവനം ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ചെയ്യണം. ഈ മുതാബഅത്തും ഇഖ്ലാസും മുതാബഅത്തുമാണ് ഒരു കാര്യത്തെ സ്വാലിഹത്താക്കി തീർക്കുന്നത്.
അങ്ങനെ സ്വാലിഹത്തായ കാര്യങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്ത, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അതേ രൂപത്തിൽ പിന്തുടർന്നുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവയാണ് അവശേഷിക്കുക. അവ അള്ളാഹു നമുക്ക് ശർആക്കിയിട്ടുള്ള വാജിബത്തായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ, അള്ളാഹു അവന്റെ ശർഇൽ പറഞ്ഞിട്ടുള്ള മുസ്തഹിബത്തായിട്ടുള്ള ഐച്ഛികമായ കാര്യങ്ങൾ എല്ലാം ഇതിന്റെ പരിധിയിൽപ്പെടും. ഏതുപോലെ? നമസ്കാരം പോലെ, സകാത്ത് പോലെ, നോമ്പ് പോലെ, ഹജ്ജ് ഉംറ പോലെ, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക്, സഹജീവികൾക്ക്, മനുഷ്യർക്ക്, അതുപോലെ തന്നെ മറ്റുള്ള ജീവികൾക്കും ഒക്കെ നന്മ ചെയ്തു കൊടുക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും, വാജിബത്തും മുസ്തഹിബത്തുമായ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ സ്വാലിഹാത്ത്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അതിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ പെടും. ഈമാൻ പോലെയുള്ള കാര്യങ്ങൾ, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, തസ്ദീഖുകൾ, അതുപോലെ തന്നെ നാവുകൊണ്ട് നമ്മൾ പറയുന്ന, നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ അതിൽപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെടും. അള്ളാഹുവിന് നിറവേറ്റാനുള്ള അള്ളാഹുവിന്റെ ഹുഖൂഖുകൾ പെടും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ സൃഷ്ടികളോട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഹുഖൂഖുകൾ പെടും. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നുമെന്നും അവശേഷിക്കുന്ന സ്വാലിഹത്തായ കാര്യങ്ങൾ. അത് സ്വാലിഹത്തായ കാര്യങ്ങളാണ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി, അവന്റെ വജ്ഹിന് വേണ്ടി, അവന്റെ റിള കിട്ടുന്നതിന് വേണ്ടി, അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി, അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമായി ചെയ്ത കാര്യമാണ്. ആ ചെയ്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് മാത്രമായിരിക്കണം. അതും അവിടുന്ന് കാണിച്ചു തന്നതിൽ ഒന്നും കൂട്ടാതെ കുറക്കാതെ ചെയ്യണം. ഒന്നും കൂട്ടാതെ കുറക്കാതെ ചെയ്തിട്ടുള്ളതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഫർളാകാം, അതല്ലെങ്കിൽ വാജിബാകാം, അതല്ലെങ്കിൽ മുസ്തഹിബത്താകാം. അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള കാര്യങ്ങളും, അത് അള്ളാഹുവിന്റെ ഹുഖൂഖുകളുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മറ്റ് സൃഷ്ടികളോട് ചെയ്തു തീർക്കേണ്ട കടമകൾ അതാവാം. അതെല്ലാം അതിലുൾപ്പെടും. ഇങ്ങനെയുള്ള ബാഖിയാത്തും സ്വാലിഹാത്ത്, അത് ഈ ഭൂലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ, ദുനിയാവിന്റെ ഐഹിക ജീവിതത്തിന്റെ പകിട്ടുകളും അതിന്റെ ഭംഗിയും അത് പരമാവധി ആസ്വദിച്ച് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവൻ മറന്നു പോകുന്നു, അശ്രദ്ധയിലായിത്തീരുന്നു. ആ അശ്രദ്ധയിലായിത്തീരുന്ന മനുഷ്യൻ മറന്നു കളയുന്ന, അവഗണിച്ചു കളയുന്ന ഈ കാര്യങ്ങൾ, ദുനിയാവിന്റെ കാര്യം നശിക്കുമെങ്കിൽ സ്വാലിഹത്തുകൾ ബാഖിയാത്തുകളാണ്, അത് അവശേഷിക്കുന്നതാണ്. ദുനിയാവിന്റെ കാര്യം അത് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ട് നൈമിഷികമായി, ക്ഷണികമായി അത് തീർന്നു പോകുമെങ്കിൽ അത് അമലുൻ സ്വാലിഹത്ത് അല്ലെങ്കിൽ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് അത് ക്ഷണികമല്ല, അതവിടെ ബാക്കി വരും. അത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത്, വിചാരണയുടെ ഘട്ടത്തിൽ അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുമായിട്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത്. അതാണ് അവന്റെ കൂടെ ഉണ്ടായിരിക്കുക. അതാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ അവന് സബാത്ത് കിട്ടാൻ, അവനെ പിന്തുണക്കാനുണ്ടാവുക. അതാണ് ഖബറിൽ വെച്ച് മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള സബാത്ത്, സ്ഥിരത അവന് നേടിക്കൊടുക്കുന്നത് ഇതിന്റെ തിണ്ണബലത്തിലാണ്. അള്ളാഹുവിന്റെ ഹിസാബ് അവന് സുഖകരമായി തീരുന്നത് ഈ ബാഖിയാത്തുൻ സ്വാലിഹാത്തിന്റെ ആ ബലത്തിലാണ്. സ്വർഗത്തിൽ അവന് പ്രവേശനം ലഭിക്കുന്നത്, നരകത്തിൽ നിന്ന് അവൻ രക്ഷ നേടുന്നത് ഈ ബാഖിയാത്തുൻ സ്വാലിഹാത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ദുനിയാവിന്റെ മോടിയുടെ അടിസ്ഥാനത്തിലല്ല. എത്ര സമ്പത്തുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലല്ല, എത്ര സന്താനങ്ങളുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ സമ്പത്തും സന്താനവും അതുപോലെയുള്ള ഐഹിക ജീവിതത്തിന്റെ മറ്റ് മോടികൾ അതൊരു പാടെണ്ണം ഖുർആനിൽ എണ്ണിയിട്ടുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ
والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് അലങ്കാരമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹുബ്ബു ഷഹവാത്ത്, ഷഹവാത്തുകളോടുള്ള സ്നേഹം, അത് അവന്റെ ഇഷ്ടം അതിനോടാണ്, അവന്റെ ഇച്ഛ അതിനോടാണ്. അവന്റെ ഇഷ്ടവും അവന്റെ താല്പര്യവും അവന്റെ ഇച്ഛയും അത് മിനന്നിസ, ഒന്നുകിൽ സ്ത്രീകളായിരിക്കാം, ഭാര്യമാരായിരിക്കാം, വൽബനീൻ മക്കളായിരിക്കാം, സന്താനങ്ങളായിരിക്കാം, വൽഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, അതുപോലെ തന്നെ കുമിഞ്ഞു കൂട്ടിയിട്ടുള്ള സ്വർണമായിരിക്കാം, വെള്ളിയായിരിക്കാം, വൽ ഖൈലിൽ മുസവ്വമ, ലക്ഷണമൊത്ത കുതിരകളായിരിക്കാം, വാഹനങ്ങൾ കുതിരകളായിരിക്കാം, വൽ അന്നാം കാലികളായിരിക്കാം, വൽ ഹർസ് കൃഷികളായിരിക്കാം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ദുനിയാവിൽ അലങ്കാരത്തിന്, മനുഷ്യന്റെ ഷഹവാത്തിന് വേണ്ടി, മനുഷ്യന്റെ ഷഹവാത്തിന്റെ ഉപാധികളായിട്ട് അള്ളാഹു അവനിവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഷഹവാത്തിന്റെ ഉപാധികളൊന്നും തന്നെ അതിന് നിലനിൽപ്പില്ല, നശിക്കുന്നതാണ്. അത് വർദ്ധിക്കാൻ പോകുന്നില്ല, അത് ചുരുങ്ങുന്നതാണ്. അത് പരീക്ഷണമല്ലാതെ അതവന് വിജയമുണ്ടാകുമെന്ന് ഉറപ്പു കൊടുക്കുന്ന കാര്യമല്ല, അത് പരീക്ഷണമാണ്. അതവൻ എങ്ങനെ അതിൽ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഷഹവാത്തിന്റെ ഉപാധികൾ അത് മനുഷ്യനെ തിരിഞ്ഞുകൊത്തും, അവന്റെ ശത്രുവായി തീരും. നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് അള്ളാഹു ഉണർത്തിയത് അതുകൊണ്ടാണ്. ഭാര്യമാരെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന ഒരുപാട് മനുഷ്യരാണ് ഈ ഭൂലോകത്തുള്ളത്, ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ ബാഖിയാത്തുൻ സ്വാലിഹാത്ത് അങ്ങനെയല്ല, ഈ പറഞ്ഞതുപോലെയല്ല. അത് ക്ഷണികമല്ല, അത് നൈമിഷികമല്ല, അത് ചുരുങ്ങിപ്പോകുന്നതല്ല, അത് വർദ്ധിച്ചു വരുന്നതാണ്. അത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്, അത് നിലനിൽക്കുന്നതാണ്. അതവനെ ഒരിക്കലും ഒരു കാരണവശാലും പരാജയത്തിലേക്ക് തള്ളിവിടില്ല. അത് ഖൈറാണ്, അതിൽ ശർറില്ല. വഅബ്ഖ, അത് എന്നുമെന്നും അവശേഷിക്കുന്നതാണ്. അതൊരിക്കലും മറ്റുപോകുന്നതല്ല, മുറിഞ്ഞു പോകുന്നതല്ല. അത് മരണത്തിന്റെ സന്ദർഭത്തിൽ, അത് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ, ഹിസാബിന്റെ സന്ദർഭത്തിൽ എല്ലാം അവനെ പിന്തുണക്കാനുണ്ടാകുന്നത് ഈ ബാഖിയാത്തുൻ സ്വാലിഹാത്താണ്. അപ്പൊ ബാഖിയാത്തുൻ സ്വാലിഹാത്ത് എന്താന്ന് ചോദിക്കും. അതിന് മാ ശറഅ അല്ലാഹ് മിനൽ വാജിബാത്തി വൽ മുസ്തഹിബാത്ത് എന്നാണ് അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം. അള്ളാഹു അവന്റെ ശറഇൽ നമ്മുടെ മേൽ നിർബന്ധമാക്കിയതോ അല്ലെങ്കിൽ നല്ലതായ ഐച്ഛികമായി നമുക്ക് നല്ല കാര്യങ്ങൾ എന്ന നിലയിൽ ഐച്ഛികമാക്കി വെച്ചിട്ടുള്ളതോ ആയ കാര്യങ്ങൾ മുഴുവനുമാണ്. നോമ്പ്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലുള്ള അള്ളാന്റെ ഹുഖൂഖുകളുമായി ബന്ധപ്പെട്ടത്. അതേ സന്ദർഭത്തിൽ അൽ ഹിസാനു ഇലൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, കുടുംബബന്ധം പുലർത്തുക, പാവങ്ങളെ സഹായിക്കുക, അഗതികളെ രക്ഷിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റുള്ളവരുടെ ഹുഖൂഖുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ആവാം. ഇതെല്ലാമാണ് അള്ളാഹു വാജിബാക്കിയിട്ടുള്ളതും അള്ളാഹ് മുസ്തഹിബാക്കിയതുമായ അവന്റെ ശറഇൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുമാണ്. അത് അള്ളാഹുവിന്റെ ഹുഖൂഖുകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, അല്ലെങ്കിൽ ഇബാദുകളുടെ, അള്ളാന്റെ സൃഷ്ടികളുടെ ഹുഖൂഖുമായി ബന്ധപ്പെട്ടതാകട്ടെ, അതെല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബാഖിയാത്തുൻ സ്വാലിഹാത്ത് പെട്ടതാണ്. അവയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ബാഖിയാത്തുൻ സ്വാലിഹാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും, ആ സ്വർണവും വെള്ളിയും നിങ്ങൾ അധ്വാനിച്ച് നേടി അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ യുദ്ധത്തിനു വേണ്ടി പോകുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടാൻ വേണ്ടി പോകുന്നു, വാളും കുന്തവും പരിചയമെടുത്ത് അടർക്കളത്തിലേക്ക് നിങ്ങൾ പോരാടാൻ ഇറങ്ങുന്നു. എന്നിട്ട് ശത്രുക്കളുടെ പിരടി നിങ്ങൾ വെട്ടുന്നു, അവർ നിങ്ങളുടെ നേരെ ആയുധം പ്രയോഗിക്കുന്നു. അങ്ങനെയുള്ള ആ ജിഹാദിനേക്കാൾ
യുദ്ധത്തെക്കാളും പുണ്യകരമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ത്യാഗനിർഭരമായി ഒരു മനുഷ്യൻ നേടുന്ന ബാഖിയാത്തും സ്വാലിഹാത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എണ്ണിയിട്ട് പറഞ്ഞു. അതിനേക്കാളും എല്ലാം ശ്രേഷ്ഠമായത് ഏതാ ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, പറയൂ നബിയെ. അത് കേൾക്കാനുള്ള വെമ്പലായിരുന്നു അവർക്ക്. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക, മനസ്സുകൊണ്ട് ഓർക്കുന്നു, നാവുകൊണ്ട് നിങ്ങൾ അവനെ അനുസ്മരിക്കുന്നു, അവനുള്ള ദിക്റുകൾ, കീർത്തനങ്ങൾ നിങ്ങൾ ഉരുവിടുന്നു എന്നർത്ഥം. നിങ്ങളുടെ ശരീരാവയവങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നു. ശരീരാവയവം അള്ളാഹുവിന്റെ ഹിതത്തിനും അവന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. എന്നാൽ അവന് അഹിതകരമായ കാര്യങ്ങൾ, അവന്റെ അനിഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇങ്ങനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ അനുസ്മരിക്കുന്നു. ദിക്റുല്ലാഹ്, മനസ്സുകൊണ്ട് സ്മരിക്കും, നാവുകൊണ്ട് ചൊല്ലും. ആ ചൊല്ലുന്നത് മനസ്സിൽ വരുന്നു, അതുപോലെ നാവുകൊണ്ട് വരുന്നു. അത് മനസ്സിലും നാവിലും മാത്രമല്ല, ആ അള്ളാഹനെ പ്രകീർത്തിക്കുന്ന ആ പ്രകീർത്തനങ്ങൾക്ക് അനുസൃതമായി മാത്രമേ അയാൾ പ്രവർത്തിക്കുകയുള്ളൂ. അയാളുടെ ശരീരാവയവങ്ങൾ അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കാൻ, അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കാൻ ഒരിക്കലും മുതിരുകയില്ല. ഇങ്ങനെ അള്ളാഹുവിനുള്ള ദിക്ർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അതാണ് ബാഖിയാത്തും സ്വാലിഹാത്തിലെ ഏറ്റവും പ്രമുഖമായ കാര്യം. നമസ്കാരാകട്ടെ, സകാത്ത്, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഹജ്ജിന്റെ ഓരോരോ കർമ്മങ്ങളാകട്ടെ, അവിടെ ജംറയിൽ എറിയുന്ന ഏറ്, അല്ലെങ്കിൽ നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നുവെങ്കിൽ രാപ്പാർക്കുന്നത്, അറഫ മൈതാനിയിൽ നമ്മൾ ഉച്ചസമയം മുതൽ സൂര്യാസ്തമയം വരെ നിൽക്കുന്ന നൃത്തമാണെങ്കിൽ ആ നൃത്തം, അതുപോലെ തന്നെ കഅബക്ക് മുറ്റുമുള്ള തവാഫ്, ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഇതെല്ലാം ശറഅക്കപ്പെട്ടത് മിൻ അജ്ലി ഇഖാമത്തി ദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കുള്ള ദിക്ർ അതിനെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്, അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഏതേത് കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും, ഇബാദത്തുകളായി ഏതേത് കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ ആവശ്യപ്പെട്ടത് അവനുള്ള ദിക്ർ നിലനിർത്താനാണ്. ആ കർമ്മങ്ങളുടെ പിന്നിൽ അവനുള്ള ഒരു ദിക്റുണ്ട്. ആ ദിക്റില്ലാത്തൊരു കർമ്മമില്ല താനും. പിന്നെ കുറെ ദിക്റുകളുണ്ട്. അത് നാവുകൊണ്ട് മാത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ദിക്ർ, തസ്ബീഹ് പോലെ, തഹ്മീദ് പോലെ, തഹ്ലീൽ പോലെ, തക്ബീർ പോലെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും ബാഖിയാത്തുൻ സ്വാലിഹാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റിന്റെ കൂട്ടത്തിൽ വഹുന്നൽ ബാഖിയാത്ത് വഹുന്നൽ മുജന്നബാത്ത് വഹുന്നൽ മുഖദ്ദമാത്ത് വഹുന്നൽ മുഅഖിബാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ദിക്റുണ്ട്. ഒരാൾ നബിയോട് വന്നിട്ട് എനിക്കൊരു ഖൈർ പഠിപ്പിച്ചു തരും. വളരെ സ്വാഭാവികമായ നിലയിൽ നിഷ്കളങ്കമായി വന്നു, വളരെ നിഷ്കളങ്കമായി ഒരു അറബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട്, ഒരു ഗ്രാമീണനായ അറബിയുടെ ചോദ്യമാണ്, എനിക്കൊരു ഖൈർ പഠിപ്പിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 കാര്യങ്ങൾ അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ 4 കാര്യം അദ്ദേഹം അതിങ്ങനെ കേട്ട് തിരിച്ചങ്ങോട്ട് പോയി, കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി പറയുന്നുണ്ടായിരുന്നു സഹാബികളോട്, ആ സാധു ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അയാൾ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഈ 4 കാര്യം അള്ളാഹ്ക്കുള്ളതാണ്,
സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനുള്ള തസ്ബീഹാണ്. അൽഹംദുലില്ലാ അള്ളാഹുവിനുള്ള ഹംദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിനുള്ള തഹ്ലീലാണ്. അല്ലാഹു അക്ബർ അള്ളാഹുവിനുള്ള തക്ബീറാണ്. ഇതൊക്കെ ലില്ലാ അള്ളാഹ്ക്കുള്ളതാണ്. വമാലി ഇതിലെന്താ എനിക്കുള്ളത്? ഇത് അള്ളാഹ്ക്കുള്ള തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, തഹ്ലീലുണ്ട്, തക്ബീറുണ്ട്, എനിക്കെന്താ ഇതില്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ നീ പറയുമ്പോൾ അള്ളാഹു പറയുന്നു, എന്റെ അടിയാൻ പറഞ്ഞത് സത്യം, എന്റെ അടിയാൻ പറഞ്ഞത് സത്യം, എന്റെ അടിയാൻ പറഞ്ഞത് സത്യം, എന്റെ അടിയാൻ പറഞ്ഞത് സത്യം. ഈ 4 കാര്യത്തിന് ശേഷം 3 കാര്യം കൂടി റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. ഖുൽ നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എന്റെ അടുക്കൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണമേ. അപ്പൊ അള്ളാഹു നീ അത് പറയുമ്പോൾ നിന്നോട് തിരിച്ചു പറയും, ഖദ് ഫഅൽത്, ഞാൻ അതിനൊരുക്കമാണ്, ഞാനത് ചെയ്തു തന്നിരിക്കുന്നു. അല്ലാഹുമ്മ റഹംനി, അള്ളാഹുവേ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ, എന്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു തരണം, ഞാൻ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എനിക്ക് നീ കാവലും രക്ഷയുമേകണം. ഇത് നീ പ്രാർത്ഥിക്ക്. അപ്പൊ അള്ളാഹു പറയും, ഖദ് ഫഅൽത്, ഞാൻ അതിന്റെ ഒരുക്കമാണ് മനുഷ്യ, ഞാനത് ചെയ്തു തന്നിരിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ റഹംനി, അല്ലാഹുമ്മ ർസുഖ്നി, അല്ലാഹുവേ എനിക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും, ഞാനെന്ന് പറയുന്ന ഈ അസ്തിത്വം, എന്തെല്ലാം ആവശ്യമുണ്ടോ ഈ അസ്തിത്വത്തിന്, അത് മുഴുവനും റബ്ബേ നീ ആയിട്ട് തരണം, എനിക്ക് നീ തരണം. അപ്പോഴും അല്ലാഹു പറയുന്നു, ഖദ് ഫഅൽത്, ഞാനത് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ മിസ്കീനായ മനുഷ്യൻ 4, 3, 7 കയ്യിൽ 7 പിടിച്ചിട്ട് ഇത് ഞാൻ ചെയ്യും, ഇതുമായിട്ടാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് നടന്നു പോവുകയാണ്. ഈ 4 വചനത്തെ സംബന്ധിച്ചാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അൽ മുജന്നബാത്ത്, അൽ മുഅഖിബാത്ത്, അൽ മുഖദ്ദമാത്ത്, അത് നിങ്ങളുടെ രക്ഷ, പരലോകത്ത് നിങ്ങൾക്ക് കാവൽ തരും, ദുനിയാവിലും പരലോകത്തും കാവൽ തരും. മുഖദ്ദമാത്ത് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന പടയാണത്, സൈന്യത്തിന്റെ മുന്നിൽ പോകുന്ന പടക്കാണ് മുഖദ്ദമ. അപ്പൊ മുന്നിൽ നിങ്ങളെ സംരക്ഷിക്കാൻ പടപൊരുതി നിൽക്കുന്ന സൈന്യമായിട്ട് ഉണ്ടാകും. മുജന്നബാത്ത്, വലതുഭാഗത്ത് മൈമന വ മൈസറ, വലതുഭാഗത്തും ഇടതുഭാഗത്തും നിങ്ങൾക്കെതിരിൽ വരുന്ന എല്ലാ വെട്ടും കുത്തും തടുക്കാനുള്ള വലതുപക്ഷത്തെ സൈന്യവും ഇടതുപക്ഷത്തെ സൈന്യവുമായിട്ട് ഈ വചനങ്ങൾ ഉണ്ടായിരിക്കും. അത് മുഅഖബാത്ത്, പിറകിൽ നിന്ന് വരുന്നത് തടുക്കാനുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ സംരക്ഷിക്കാനുള്ള, നിങ്ങൾക്ക് സംരക്ഷണ വലയം തീർക്കുന്ന സൈന്യമായിട്ട്, കാവലാളായിട്ട് ഈ വചനങ്ങൾ ഉണ്ടായിരിക്കും. വഹുന്നൽ ബാഖിയാത്ത്, അവയാണ് അവശേഷിക്കുന്ന വചനങ്ങൾ. അവശേഷിക്കും, അത് അവശേഷിക്കും. അതിനാൽ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാഖിയാത്തുൻ സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സ്വാലിഹത്തായ കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമായി ചെയ്തിട്ടുള്ള, റസൂലുള്ളാന്റെ സുന്നത്തിൽപ്പെട്ട കാര്യം അത് അവിടുന്ന് കാണിച്ചു തന്നതിൽ ഒരു മാറ്റവും വരുത്താതെ, കൂട്ടാതെ, കുറക്കാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ഫറളും എല്ലാ മുസ്തഹബും അതിൽപ്പെടും. അള്ളാഹിന്റെ ഹുഖൂഖുമായി ബന്ധപ്പെട്ടതും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഹുഖൂഖുമായി ബന്ധപ്പെട്ടതും എല്ലാം അതിൽപ്പെടും. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ തന്നെ ആ കർമ്മങ്ങളുടെ കാതൽ ദിക്റുല്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്റാണ്. അള്ളാഹുവിനുള്ള ദിക്റിൽ ബാഖിയാത്ത്, അവശേഷിക്കുന്നത്, മുഖദ്ദമാത്ത്, മുജന്നബാത്ത്, മുഅഖിബാത്ത്, അൽ ബാഖിയാത്ത് എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇത് പറയുമ്പോൾ സദഖത്ത് എന്ന് പറയും. അത് പറഞ്ഞിട്ട് അള്ളാഹിനോട് നീ ചോദിക്കുക, അല്ലാഹുമ്മ ഗ്ഫിർലി, പൊറുക്കണേ റബ്ബേ, അല്ലാഹുമ്മ റഹംനി, റഹ്മത്ത് ചെയ്യണേ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ർസുഖ്നി, എനിക്ക് വേണ്ട എല്ലാം നീ തരണേ. അപ്പൊ അല്ലാഹ് പറയും, ഖദ് ഫഅൽത്, ഖദ് ഫഅൽത്, ഖദ് ഫഅൽത്.
ഈ 4 വചനം ദുന്യാവിലും പരലോകത്തും നമുക്ക് കാവലാളായിട്ടുണ്ടാവും. മുന്നിൽ കാവൽ നിൽക്കും, ഇടതും വലതും കാവൽ നിൽക്കും, പിന്നിൽ കാവൽ നിൽക്കും. അത് തീരൂല, അവശേഷിക്കൂല. അത് തീരൂല, അത് തീർന്നു പോകൂല. അത് അവശേഷിക്കും, എന്നും അവശേഷിക്കും. ഇടമുറിയാതെ നിലനിൽക്കുന്ന, അവശേഷിക്കുന്ന അത് അത്ര അനശ്വരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ റബ്ബിന്റെ അടുക്കൽ സവാബ് കൊണ്ട് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഖൈറായത് അതാ. കാരണം സവാബ് എന്ന് പറയുന്നത് അള്ളാഹ് കൊടുക്കുന്നത് ചെയ്തതിനല്ല, ചെയ്തതൊരു കാരണമാണ്. പിന്നെ അള്ളാഹ് വർദ്ധിപ്പിക്കുക ചെയ്യുക, ഇരട്ടിപ്പിക്കും. വയുളാഇഫു ലഹു അദ്ആഫൻ കസീറ, അവൻ ഒരു സുകൃതം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരുപാട് ഇരട്ടികളാക്കി കൊടുക്കും. 10 ഇരട്ടി അവിടുന്ന് തുടങ്ങണ തന്നെ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ 700 ഇരട്ടിയും അതിലധികവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ചില കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു ഈ ഇരട്ടിയുടെ കാര്യമല്ല പറയുന്നത്, ബിഗൈരി ഹിസാബ്, നിങ്ങൾക്ക് കണക്കൂട്ടാൻ കഴിയല, അങ്ങനെയുള്ള കണക്ക് നോക്കാതെ കൊടുക്കും. കണക്ക് നോക്കാതെ കൊടുക്കുന്ന, ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി അവിടുന്ന് അങ്ങോട്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, കണക്ക് നോക്കാതെ കൊടുക്കുന്ന. ഇതൊന്നും ദുനിയാവിന്റെ ഒരു കാര്യത്തിനുമില്ല. ഇവിടെ 1000 ഉറുപ്പ്യ തന്നെ ഉണ്ടാവും. ഇവിടെ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളുള്ളൂ, 5ാമത്തെ മക്കളില്ല. ഇതൊന്നും അതിന്റെ ഒരു സമയം കഴിഞ്ഞാൽ അത് പിന്നെ ക്ഷയിക്കുകയും അത് നശിക്കുകയും തലഫിലേക്ക്, നാശത്തിലേക്ക്, തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ മറ്റത് അങ്ങനെയല്ല. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത് മാകാന ലില്ലാഹി ബഖി, അള്ളാഹുവിന് വേണ്ടി ചെയ്തത് അത് അവശേഷിക്കും. അത് ചെയ്ത അത്രയല്ല, അത് വർദ്ധിപ്പിച്ചിട്ടാണ് അള്ളാഹു കൊടുക്കുക. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി മുതൽ അങ്ങോട്ടാണ് കൊടുക്കുക. പിന്നെ കയ്യും കണക്കില്ലാതെ കൊടുക്കും. മറ്റതെല്ലാം നശിക്കുകയും തീർന്നു പോവുകയും ചെയ്യുമ്പോൾ ബാഖിയാത്തു സാലിഹാത്ത് അത് നിലനിൽക്കും. അത് മുന്നിൽ നിങ്ങളെ സംരക്ഷിക്കും, പിന്നിൽ നിങ്ങളെ സംരക്ഷിക്കും, ഇടത് നിങ്ങളെ സംരക്ഷിക്കും, വലത് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് ചുറ്റും അത് സംരക്ഷണത്തിന്റെ വലയം തീർക്കും. അത് ബാഖിയാത്തുകളാണ്, ബാഖിയാത്ത്. അതുകൊണ്ട് തന്നെ ഈ ബാഖിയാത്തു സാലിഹാത്തുകളാണ് സവാബിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ലത്. വഖൈറുൻ അമല, ആരെങ്കിലും വല്ല നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണെങ്കിൽ, പ്രതീക്ഷ വെച്ച് പുലർത്താൻ ഏറ്റവും നല്ലത് ഇത് മാത്രമാണ്. ബാക്കിയുള്ളതിലൊന്നും പ്രതീക്ഷ വേണ്ട. 10 മക്കളെ വളർത്തി അവരെ കൊണ്ട് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവരോട് കുത്തു കിട്ടും, തിരിച്ചു കുത്തും. നിങ്ങളുടെ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, നമ്മളിൽപ്പെട്ടവരാണ്. ഒരിക്കലും പരലോകത്ത് വരുമ്പോൾ നമ്മളെ ഒരിക്കലും അറിയാത്തൊരു മനുഷ്യൻ നമ്മളെ ശത്രുവായിട്ട് നമുക്കെതിരിൽ കണക്ക് തീർക്കാൻ വേണ്ടി വരൂല. ഇന്ന സുവാജിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ സന്താനങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞു. ആ ശത്രു ഇങ്ങനെയാണ്, എന്നോട് അത് ചെയ്തു തന്നില്ല, എനിക്കത് ചെയ്തു തന്നില്ല, എന്നോട് അത് ചെയ്തില്ല, എന്നോട് ഇത് ചെയ്തില്ല. കണക്ക് ചോദിക്കാൻ വരും. നമ്മറിയാത്ത മറ്റൊരു നാട്ടുകാരന്, നമുക്ക് അങ്ങോട്ടറിയാത്ത ഒരു വിദൂര അന്യ ദേശക്കാരൻ, അവൻ നമ്മുടെ ശത്രു ആവാനില്ല. അതുപോലെ തന്നെ ഇവര് ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മയിൽ നിന്ന് നമ്മളെ മുടക്കും, അതിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കും. അതിന് സഹായകമായി വർത്തിക്കേണ്ട ഭാര്യമാരും സന്താനങ്ങളും അതിന് സഹായകമായി വർത്തിക്കൂല എന്നല്ല, അതിന് തടസ്സം നിൽക്കും. പിന്നെ പരലോകത്ത് വരുമ്പോ അത് കിട്ടിയില്ല, അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങാനും ഉണ്ടാവും. അങ്ങനെ എന്തും ദുനിയാവിന്റെ ഏത് കാര്യവും അങ്ങനെയാണ്. സമ്പത്താകട്ടെ, സന്താനങ്ങളാകട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളാകട്ടെ, എല്ലാം അത് നമുക്ക് പരീക്ഷണമാണ്. എന്നാൽ ബാഖിയാത്തു സാലിഹാത്ത് അത് പരീക്ഷണമല്ല, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അത് കാവലാണ്, അത് സംരക്ഷണമാണ്.
അത് നമുക്കുള്ള അത് നമുക്കുള്ള ഷാഫിയാണ്, നമുക്ക് ശുപാർശ പറയുന്നവരാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ പരലോകത്ത് വരും ശുപാർശക്കാരനായിട്ട്. നോമ്പെടുത്താൽ പരലോകത്ത് വരും ശുപാർശക്കാരനായിട്ട്. നോമ്പ് പറയും, റബ്ബേ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട്, അഥവാ നോമ്പ് നിറവേറ്റുന്നതിന് വേണ്ടി, വ്രതമെടുക്കുന്നതിന് വേണ്ടി അയാളുടെ എല്ലാ ഇച്ഛകളെയും അദ്ദേഹം ഒഴിവാക്കി, അന്നപാനീയങ്ങൾ ഒഴിവാക്കി, മറ്റ് ശാരീരികമായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അദ്ദേഹം വെടിഞ്ഞു റബ്ബേ. അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ എന്നെ നീ ശുപാർശക്കാരനായി സ്വീകരിക്കണം. ഖുർആൻ പറയും, റബ്ബേ, ഈ മനുഷ്യൻ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമായിരുന്നില്ല, എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. നീട്ടി നീട്ടി പാരായണം ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത്, എന്നെ പാരായണം ചെയ്ത് അദ്ദേഹം ഉറക്കം ഒഴിവാക്കി. എല്ലാവരും ഉറങ്ങുമ്പോൾ, സുഖമായി കിടക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാണ് റബ്ബേ. അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ശുപാർശ പറയാൻ എന്നെ ശുപാർശക്കാരനായി അംഗീകരിക്ക്. രണ്ടുപേർക്കും, ഖുർആനിനും നോമ്പിനും അല്ലാഹ് അനുവാദം കൊടുക്കും ശുപാർശ പറയാൻ. അങ്ങനെ ഫയുശഫിആൻ, നോമ്പും അതുപോലെ തന്നെ ഖുർആനും, നോമ്പെടുത്തിട്ടുള്ള ആളുകൾക്ക് നോമ്പും, ഖുർആൻ പഠിച്ച പാരായണം ചെയ്ത ആളുകൾക്ക് ഖുർആനും ശുപാർശക്കാരായി വരും. അവർ ശുപാർശ പറയും. അതുകൊണ്ട് വല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണെങ്കിൽ ബാഖിയാത്തും സ്വാലിഹാത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയാൽ മതി. ദുന്യാവിന്റെ ഷഹവാത്തിന്റെ മതാഴിന്റെ, ദുനിയാവിന്റെ ഷഹവാത്തുകളുടെ മതാഴ്, ദുനിയാവിന്റെ മതാഴിന്റെ കാര്യങ്ങളിൽ ഒന്നും വേണ്ട. അത് ഇങ്ങനെ പൂത്തിങ്ങനെ വരും. നമ്മൾ നോക്കി നിൽക്കുക, അത് കരിഞ്ഞ് ധൂളിയായിട്ട് വൈക്കോത്തുരുമ്പായിട്ട് കാറ്റ് പറത്തിക്കൊണ്ടുപോകും. അതാ അല്ലാഹ് പറഞ്ഞത്. എന്നാൽ പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് മാ കാന ലില്ലാഹി ബഖി, അത് ആ അധികം വളരെ പ്രസിദ്ധ. ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റേതാണ് വാക്ക്. അദ്ദേഹം മുവത്ത എഴുതി, അത് അള്ളാഹ്ക്ക് വേണ്ടി എഴുതിയതാണ്. അതിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അഹ്കാമുകളാണ് അതിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോ അതിനോട് മത്സരിക്കാൻ വേണ്ടി വേറൊരാള് വലിയൊരു മുവത്ത എഴുതി, കണക്കില്ലാത്ത വലിയ മുവത്താണ്, പെരുത്തൊരു മുവത്ത എഴുതി. അപ്പൊ ആളുകൾ ഇമാം മാലിക്കിനോട് പറഞ്ഞു, ഇന്നയാള് ഇത്രയും വലിയൊരു മുവത്ത എഴുതിയാലോ, ഇനി നിങ്ങളെ മുവത്തക്ക് എന്ത് വിലയാണ്? ഇമാം മാലിക് അതിന് പറഞ്ഞ മറുപടിയാണത്. മാ കാന ലില്ലാഹി ബഖി, അള്ളാഹുവിന് വേണ്ടിയുള്ളത് അത് ബാക്കിയാവും കുട്ടികളെ, അത് ബാക്കിയായി. ഇമാം മാലിക്കിന്റെ മുവത്ത അദ്ദേഹം അത് രചിച്ച കാലം തൊട്ട് ഈ കാലം വരെ ഇൽമിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ അതൊരു അലമാണ്, അതൊരു അലമാണ്. എന്നാൽ അതിനെ മത്സരിക്കാൻ, അതിനെ ചെറുതാക്കാൻ വേണ്ടി എഴുതിയ മുവത്തനെ കുറിച്ച് ഞാനും കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല. ഇങ്ങനെ ഇമാം മാലിക് അത് മാ കാന ലില്ലാഹി ബഖി എന്ന് പറഞ്ഞ സംഭവം അത് വിവരിക്കാൻ വേണ്ടി മാത്രമാണ്, അത് ആ കാര്യം വായിക്കുന്നിടത്ത് മാത്രമാണ് അങ്ങനെ എഴുതിയത്. അത്രയും വിസ്മൃതിയിൽ, അഗണ്യകോടിയിൽ, അത്രയും വിലയില്ലാതെ അവഗണിക്കപ്പെട്ടു, തള്ളപ്പെട്ടു. കാരണം അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള എല്ലാം ബാക്കിയാകും. അതുകൊണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്താൻ ഏറ്റവും നല്ലത് ബാഖിയാത്തു സാലിഹാത്താണ്. സവാബ് കിട്ടാൻ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി അവിടുന്ന് അങ്ങോട്ട് കയ്യും കണക്കുമില്ലാതെ, കണക്കില്ലാതെ പ്രതിഫലം കിട്ടാൻ അതിന് ഏറ്റവും നല്ലത് ബാഖിയാത്തു സാലിഹാത്താണ്. ബാഖിയാത്തു സാലിഹാത്ത് എന്ന് പറയുന്നത് എല്ലാ വാജിബത്തും മുസ്തഹിബത്തുമായ കാര്യങ്ങളാണ്. അത് അള്ളാഹുവിന്റെ ഹുഖൂഖുമായി ബന്ധപ്പെട്ടതാകാം, അവന്റെ ഇബാദുകളുടെ ഹുഖൂഖുമായി ബന്ധപ്പെട്ടതാകാം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രമുഖമായിട്ടുള്ള ബാഖിയത്തുൻ സ്വാലിഹാത്ത് എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്. എല്ലാ ഇബാദത്തുകളും അല്ലാഹ് ശറഅക്കിയത് മിൻ അജ്ലി ഇഖാമത്തി ദിക്രില്ലാ, ദിക്റുള്ള നിലനിർത്താൻ വേണ്ടിയാണ്. ദിക്റുള്ളയിൽ തന്നെ ബാഖിയാത്ത് എന്ന് റസൂലുള്ള പറഞ്ഞ മുജന്നബാത്ത്, മുഅഖിബാത്ത്, മുഖദ്ദമാത്ത് എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചിട്ടുള്ള ബാഖിയാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അക്സിറു ഹാദ ദിക്ർ. അതുകൊണ്ട് ഈ ആയത്തൊന്നുകൂടി പറഞ്ഞിട്ട് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു.
ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞതുപോലെ നോക്കി നിൽക്കെ അത് വാടിക്കരിഞ്ഞ് ഉണങ്ങി തുരുമ്പായി ധൂളിയായി കാറ്റ് പറത്തിയാണ് കൊണ്ടുപോകും. ആ ദുനിയാവിന്റെ പകിട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പകിട്ടുകൾ നിങ്ങളുടെ മുമ്പാകെ പ്രത്യേകമായി പരാമർശിക്കാം. മാൽ വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളുമാണത്. അത് സീനത്തുൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിന്റെ പകിട്ടാണത്. ഇങ്ങനെയുള്ള പകിട്ടുകൾ ഇതൊന്നും നിലനിൽക്കില്ല. അതെല്ലാം തന്നെ നോക്കി നിൽക്കെ കരിഞ്ഞ് വാടിക്കരിഞ്ഞ് ഉണങ്ങി ദ്രവിച്ച് വൈക്കോലായി തുരുമ്പായി ധൂളിയായി തെതുറൂഹ്രിയ കാറ്റതിനങ്ങോട്ട് പറത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാം. അത് ക്ഷണികമാണ്, നൈമിഷികമാണ്, വർദ്ധിക്കാത്തതാണ്, നശിച്ചു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്. അത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. എന്നാൽ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അത് ഞാൻ വിശദീകരിച്ചു. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, സവാബിന്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത്. വഖൈറുൻ അമല, പ്രതീക്ഷ വെച്ച് പുലർത്താനാണെങ്കിൽ ഏറ്റവും പറ്റിയത് അതാണ്. ഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.